ഇന്നത്തെ കഥ ഓട്ടപാത്രങ്ങൾ. ഇതെടുത്തിരിക്കുന്നത് രമണീയം ഈ ജീവിതം എന്ന ബുക്കിൽ നിന്ന്. കേൾക്കാം അല്ലേ? 2 കുടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ചിന്നിയ കുടം, മറ്റേത് ഒരു പൂർണ്ണകുംഭം. കർഷകൻ തോളിൽ ചേർത്ത് വച്ച മുളയുടെ ഇരുവശങ്ങളിലുമായി അവയെ തൂക്കിയിട്ട് പുഴയിൽ നിന്നും വയലിലേക്ക് വെള്ളം കോരിക്കൊണ്ടു വന്നിരുന്നു. നമുക്കറിയാം, ചിന്നിയ കുടത്തിലെ വെള്ളം ഒടുവിലെത്തുമ്പോൾ പാതി പോലും കാണില്ലെന്ന്. ആത്മനിന്ദ തോന്നി ആ കുടത്തിന്. ഒപ്പം ഒരു തുള്ളി പോലും പാഴാകാതെ വയലിലെത്തിക്കുന്ന മറ്റേ കുടത്തോട് തെല്ല് അസൂയയും. എന്നിട്ട് ചിന്നിയ കുടത്തെ അയാൾ ഉപേക്ഷിച്ചില്ല. ഒരു ദിവസം വേദനയോടെ ആ കുടം അയാളോട് പറഞ്ഞു, എന്നെ കളഞ്ഞേക്കൂ, എനിക്കൊരിക്കലും നിങ്ങൾ ആശിക്കുന്നത് ചെയ്യാനാവില്ല. ഞാൻ ഉടഞ്ഞ കുടമാണ്. കർഷകൻ പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നെ, നീ വരുന്ന വഴിത്താര ഒന്ന് നോക്കൂ, എന്നിട്ട് പറയൂ എന്തു വേണമെന്ന്. ശരിയാണ്, ചിന്നിയ കുടത്തിൻ്റെ വഴിയിൽ നിറയെ പൂക്കൾ, പേരറിയാത്ത എണ്ണിയാൽ തീരാത്ത പുഷ്പങ്ങളുടെ വസന്തോത്സവം. ഓരോ ദിവസവും പല നേരങ്ങളിൽ ഈ വഴി നനച്ച ചിന്നൽ തന്നെ ഈ അത്ഭുതത്തിൻ്റെ കാരണം. എന്നാൽ പൂർണ്ണകുംഭത്തിൻ്റെ വഴിയിൽ ഒരു പുൽനാമ്പ് പോലും ഉണ്ടായിരുന്നില്ല. കുഞ്ഞെ, നമുക്കെന്നും ഇങ്ങനെ ചിന്നിയ കുടങ്ങളായി നിന്നാൽ മതി. കരയുകയും പൊട്ടിച്ചിരിക്കുകയും ശോഭിക്കുകയും ഒക്കെ ചെയ്യുന്ന പാവം മനുഷ്യരായാൽ മതി. നമുക്ക് പൂർണ്ണ മനുഷ്യർ ആകണ്ട. എനിക്ക് തോന്നുന്നു ക്രിസ്തു പോലും ഒരു ചിന്നിയ കുടം തന്നെ. അതുകൊണ്ടാണല്ലോ അവിടുത്തെ ജീവിതം ഓരോ നിമിഷവും ഭൂമിയിലെ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർക്ക് വസന്തോത്സവങ്ങളുടെ നിമിത്തം ആയത്.